ഇത് ശരിക്കും നമുക്ക് പുറത്തുനിന്ന് കാണിച്ചു കൊടുക്കണം. ഹായ് പറയും. ഞങ്ങള് പള്ളിക്ക് പോവാണേന്ന് പറഞ്ഞാണ്. പള്ളി കഴിഞ്ഞ് വന്നിട്ട് ഔട്ട്ഫിറ്റൊക്കെ കാണിക്കുന്നതായിരിക്കും അല്ലേ? ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ പെരുന്നാൾ വിശേഷമായിട്ടാണ് ഞാനിന്ന് വന്നത്. അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഫുഡൊക്കെ എടുത്ത് വെച്ചായിരുന്നു പള്ളിയിൽ നിന്നൊക്കെ വന്നിട്ട്. അപ്പം ചിക്കൻ കാല് ഫ്രൈ ചെയ്തതാണ് കേട്ടോ. ഇവന്മാർക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകിച്ച് ഫ്രൈ ചെയ്തെടുത്താണ് കേട്ടോ. അപ്പോൾ നമ്മളിനി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്കൊക്കെ ഒന്ന് ഒരുങ്ങി പെരുന്നാളൊക്കെ ആകുമ്പോൾ പുറത്തൊക്കെ പോകണമല്ലോ. മക്കളൊക്കെ പള്ളിയിൽ പോകാൻ വേണ്ടി ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പള്ളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി എല്ലാം അയച്ചിട്ടിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനുണ്ട്, ഉമ്മയുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പം പെരുന്നാളാകുമ്പോൾ നമ്മൾ നേരത്തെ ഫുഡ് കഴിക്കുമല്ലോ. നമ്മുടെ അവിടെയൊക്കെ അങ്ങനെ കേട്ടോ, എല്ലായിടത്തും അങ്ങനെ തന്നെ ആവുമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മൾ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു, ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, ബീഫ് വരട്ടിയതുണ്ടായിരുന്നു, പിന്നെ റഷ്യൻ സലാഡ്, തൈര്. പിന്നെ നമ്മൾ പായസമൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഈ പെരുന്നാളിന്. നമ്മൾ പിന്നെ ജ്യൂസായിരുന്നു ഉണ്ടാക്കിയിരുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളെ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. പെരുന്നാൾ ഡ്രസ്സ് എല്ലാവരും മാറിയിട്ടുണ്ട്. ഞാൻ ചുരിദാറാണ് എടുത്തിട്ടുള്ളത്. നമ്മളിനി പോവാൻ നിൽക്കാൻ കേട്ടോ. അപ്പം ഇവിടെ ഉമ്മ ഇപ്പയും ഞങ്ങളും മാത്രമാണുള്ളത്. അപ്പം ആരെങ്കിലും ഒരാൾ ഇവിടെ നിന്നാലാണ് ഞങ്ങൾക്ക് പോകാൻ പറ്റും. അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ മൈലാഞ്ചി കാണിക്കുന്നുണ്ട്. ഹലോ, അങ്ങനെ ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാക്കിൽ ഉപ്പയമ്മയൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നതിനെ കൊണ്ട് ക്ലിയർ ആവാഞ്ഞപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ കട്ട് ചെയ്തിട്ട് വോയിസ് ഓവറാണ് കൊടുത്തിട്ടുള്ളത്. ഡയറക്റ്റ് പറഞ്ഞതൊക്കെ കട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മളിതാ വണ്ടിയിൽ കയറി പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഉമ്മ അതാ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ 4 പേരും കയറിയിട്ടുണ്ട്. ഉപ്പയും ഹസ്ബൻഡും ഞാനും മക്കളും കേട്ടോ. 3 പെങ്ങന്മാരുണ്ട് ഇക്കാക്ക്. ഇപ്പോൾ അവരുടെ വീട്ടിലേക്കൊക്കെ പോവാണ്. ഒരാൾ ആദ്യം ഓരോരുത്തരുടെ വീട്ടിലിങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. പിന്നെ നമ്മളിങ്ങനെ എല്ലാവരുടെ വീട്ടിലും കയറി അവിടെയൊക്കെ ഒന്നൊരു സന്തോഷമാണല്ലോ കുടുംബ ബന്ധത്തിലൊക്കെ ഇങ്ങനെ പോകുന്നത്. അപ്പം ഒരാളെ വീട് വണ്ടൂരാണ്. അപ്പം അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എല്ലാവരും വീട്ടിലെത്തിയ വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുത്ത് ഒരുപാട് ലോങ് ആയിട്ട് എടുത്ത് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല എന്ന് വിചാരിച്ചു. 3 ആളെ വീട്ടിലും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ വീടിൻ്റെ അടുത്ത് ഉപ്പാടെ അനിയന് അങ്ങനെ മുത്തപ്പ എളപ്പ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ വീട്ടിലൊക്കെ പോയി. ഞങ്ങൾ പെരുന്നാൾ ഇങ്ങനെ നടന്നങ്ങോട്ട് തീരും കേട്ടോ. അത് തന്നെയാണല്ലോ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ. ഫുഡ് കഴിക്കുക, കുടുംബ ബന്ധം പുലർത്തുക, അതൊക്കെ തന്നെയാണ് പെരുന്നാൾ. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ എല്ലാ വീഡിയോസും എടുത്ത് നിങ്ങളെ ബോറടിപ്പിക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ കൊടുക്കുക. അങ്ങനെ ഏകദേശം നമ്മളിപ്പോൾ ഇവരെ നാട്ടിലേക്ക് എത്താനായിട്ടുണ്ട് കേട്ടോ. അവിടെ എത്തിയപ്പോൾ വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ നമ്മളങ്ങോട്ട് നിർത്തി. അവിടുന്ന് ഇറങ്ങി ഇനി
അടുത്ത ആന്റീൻ്റെ വീട്ടിലേക്ക് പോവാണ്. ആദ്യം ചെറിയ ആന്റീൻ്റെ വീട്ടിലല്ലേ, അസ്ബേവിൻ്റെ വീട്ടിലേക്ക്. പിന്നെ നമുക്ക് എവിടേക്ക് പോവാണല്ലേ? അതെ, അതാരാ ഇവിടെ? അത് വലിയ ആന്റി അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ പെരുന്നാൾ വിശേഷങ്ങൾ. നമ്മളിങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുക. അങ്ങനെ നമ്മൾ പെരുന്നാൾ ഇങ്ങനെ അവസാനിക്കും. അവസാനം എൻ്റെ വീട്ടിൽ ഈ യാത്ര അവസാനിക്കും.